നമസ്കാരം. നമ്മൾ സാധാരണക്കാർക്കായി ആചാര്യന്മാർ ഉപദേശിച്ചു തന്ന ഒരു എളുപ്പ വഴി ലളിതാ സഹസ്രനാമം ചൊല്ലുവാനുള്ള ആ എളുപ്പ വഴി നമ്മൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചില സംശയങ്ങൾ ചിലയിടങ്ങളിൽ നിന്നുണ്ടായി. നമുക്ക് ആ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ, അതായത് ആ വഴി ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം 9 ഗായത്രി, ശേഷം ധ്യാന ശ്ലോകങ്ങൾ, ശേഷം ലളിതാ സഹസ്രനാമം, ശേഷം വീണ്ടും ധ്യാന ശ്ലോകം, വീണ്ടും 9 ഗായത്രി എന്നിട്ട് സമർപ്പിച്ച് നിർത്തുന്ന ആ രീതിയിൽ ചിലപ്പോൾ നമുക്ക് സഹസ്രനാമം ചൊല്ലി തുടങ്ങിക്കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമാക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ വന്നു, അല്ലെങ്കിൽ നമുക്ക് അന്ന് കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾ ജപിക്കുമ്പോൾ കുട്ടികൾക്ക് മുഴുവനായി ജപിച്ച് പഠിച്ചെടുക്കണമെങ്കിൽ കുറേ സമയവും കുറേ ദിവസങ്ങളും ചിലപ്പോൾ മാസങ്ങളോളം വേണ്ടി വരും. ആ സമയത്ത് അവർ എന്ത് ചെയ്യും? അവർക്ക് എങ്ങനെ എത്രയും വരെ നമുക്ക് ഒരു പ്രാവശ്യം ചൊല്ലിന് തുല്യമായി ചൊല്ലിത്തീർക്കാം, പിന്നെ എങ്ങനെ പഠിക്കാം? അതിനൊരു വഴിയുണ്ട്. അതാണ് ഇന്ന് പറയുന്നത്. അതായത് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യം 9 ഗായത്രി, ശേഷം ധ്യാന ശ്ലോകങ്ങൾ, ശേഷം ലളിതാ സഹസ്രനാമത്തിൻ്റെ നാമങ്ങൾ അങ്ങോട്ട് ചൊല്ലി തുടങ്ങിയാൽ 46ാമത്തെ നാമം വരെ ചൊല്ലി നിർത്തുക. 46ാമത്തെ നാമം ഏതാണെന്ന് അറിയാമോ? അത് ശിഞ്ചാനമണിമഞ്ജീര മണ്ഡിതശ്രീ പദാംബുജ എന്ന് തുടങ്ങുന്ന ആ നാമം. അവിടെ ആ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുവരെ ചൊല്ലിക്കഴിയുമ്പോൾ നമ്മുടെ ദേവിയുടെ ആപാദചൂടം വർണ്ണിച്ചു കഴിഞ്ഞു, കേശാദിപാദം പാദാദികേശം വർണ്ണിച്ചു കഴിഞ്ഞു. പൗരാണിക രീതിയിൽ ഭഗവതിയെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വർണ്ണന അവിടെ കൊണ്ട് തീരുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലി 9 ഗായത്രി ചൊല്ലി നമ്മുടെ ജപത്തിനെ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് തന്നെ കുട്ടികൾക്കും ചൊല്ലാം. ഇങ്ങനെ ഇത്രയും ചൊല്ലിയതിന് ശേഷം അവർക്ക് ബാക്കിയുള്ള പുതിയ നാമങ്ങൾ പഠിച്ച് 1000 നാമം, ആ മുഴുവൻ 1000 നാമവും പഠിച്ചതിന് ശേഷം നമ്മൾ മൊത്തമായി ചൊല്ലുവാൻ സാധിക്കും. ഇതൊരു എളുപ്പ വഴിയായി ആചാര്യന്മാർ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതൊരു എന്നും ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം പിന്നെ സമയം വരുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായി പിന്നെ ചൊല്ലുകയും ചെയ്യാം. അതേപോലെ ചിലർ പറഞ്ഞൊരു കാര്യമാണ്, ചൊല്ലുന്ന സമയത്ത് ചില നാമങ്ങൾ വിട്ടുപോകും. അത് കുറേ ചൊല്ലിക്കഴിയുമ്പോൾ പിന്നെ കാണാതെ ചൊല്ലാൻ തുടങ്ങും. നിങ്ങൾ എത്ര കാണാതെ ചൊല്ലുവാൻ പ്രാപ്തനാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു പുസ്തകം വെച്ചിരിക്കണം. ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ഗ്രന്ഥം വെച്ചിരിക്കണം. അത് കൈ വെച്ചുകൊണ്ട് മാത്രമേ ജപിക്കുവാൻ പാടുള്ളൂ. നോക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. നോക്കാതിരുന്നാലും നോക്കിയാലും ശരി, ഇത് നമ്മുടെ കയ്യിൽ കാണണം. നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചൊല്ലുമ്പോൾ ഒരു 10-20 നാമം വിട്ടുപോയി, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ ഈ വിട്ടുപോയതിൻ്റെ എണ്ണം ഉൾപ്പെടെ നമ്മൾ കൂട്ടി തനിയെ ജപിച്ചിരിക്കും. അതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇത് തനിയെ ആ കുറവും കൂടുതലും ഒക്കെ നികത്തും. എല്ലാ ദിവസവും ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഇന്ന് 990 നാമം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നാളെ 1010 നാമം ചൊല്ലും. വീണ്ടും ഒരു 10 നാമം അഡീഷണൽ ജപിക്കും. അതുകൊണ്ട് നമ്മൾ ആ തരത്തിൽ ബോധേടാകണ്ട. നമ്മൾ ജപിച്ചാൽ മാത്രം മതി. ജപം മുടക്കാതിരിക്കുക. അത് കൃത്യമായി ബാക്കി കാര്യങ്ങൾ ലളിതാ സഹസ്രനാമം തനിയേ ചെയ്തുകൊള്ളും. അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗം ഒന്നുകൂടി പറയാം. ഈ രീതി നമ്മൾ ശിഞ്ചാനമണിമഞ്ജീര എന്നുള്ള ഭാഗത്ത് നിർത്തി കേശാദിപാദ വർണ്ണന ഭഗവതിയുടെ നടത്തി വീണ്ടും പഴയതുപോലെ ധ്യാനവും ഗായത്രിയും ചൊല്ലി സമർപ്പിച്ച് നമുക്ക് ജപം നിർത്തുവാനുള്ള ഒരു സൗകര്യം, ഒരു രീതി ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അതൊരവസരമാക്കി എടുത്തുകൊണ്ട് അത്രയും ഭാഗം നിർത്തിക്കൊണ്ട് ഭഗവതിയെയും ഒക്കെ കളിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഭക്തന്മാരുടെ വലിയ പ്രത്യേകതയാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ളൊരു മാനുഷിക ചിന്തകളുള്ള ആളാണ് ഭഗവതി എന്ന്. നമുക്ക് അവരെ കബളിപ്പിക്കാം. അവരൊരു ഗുണ്ടയാണ്, അവരൊരു സാറാണ്, അവർ ATM മെഷീനാണ്, നമ്മൾ പറഞ്ഞ പൈസ തരുന്ന ആളാണ്, അങ്ങനെയൊക്കെയുള്ള ചില വികട വിചാരങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർക്കുണ്ട്. അതങ്ങ് മാറ്റുക. ഭഗവതിയെ നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ തന്നെ ഭഗവതി നമ്മളെ തീർച്ചയായും പരീക്ഷിച്ച് നമ്മളെ ഉപേക്ഷിക്കുകയില്ല, നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവതിയെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഒന്നും വിചാരിക്കാതെ നമ്മൾ സർവ്വതും ഭഗവതിയിലേക്ക് സമർപ്പിച്ചാൽ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ 1 കോടി രൂപയ്ക്ക് വേണ്ടി ഭഗവതിയെ വിളിച്ചാൽ ഭഗവതി നമുക്ക് തരാനിരിക്കുന്നത് 10 കോടി രൂപയാണെങ്കിൽ നമ്മൾ വെറും എന്തിനാണ് 1 കോടി രൂപ പോയി വാങ്ങുന്നത്? അതുകൊണ്ട് ഭഗവതിയെ ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കേണ്ടതില്ല. ആചാര്യന്മാർ പറയുന്നത് നമ്മൾ ഈ സമർപ്പണമൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ്, എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് തന്നെ വേണം ഇത് ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷേ ആഗ്രഹിച്ച് ചെയ്യുന്നതിലും നല്ലത്
ലളിതാ സഹസ്രനാമം പൂർണ്ണമായി ഭഗവതിയിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഭഗവതി നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ കൃത്യമായി ചെയ്യും. ഇത് അനുഭവം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്, അനുഭവമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം.